RRB NTPC പരീക്ഷയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന കാര്യം എപ്പോഴാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് എന്നുള്ളതാണ്. RRBയുടെ മറ്റു പല പരീക്ഷകളുടെയും എക്സാം ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ALP ഉൾപ്പെടെയുള്ള ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള പരീക്ഷ ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ NTPCയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഷെഡ്യൂളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഏറെക്കുറെ എത്രത്തോളം സമയം, എത്ര മാസത്തോളം നമുക്ക് ഇത് പഠിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമയം കിട്ടും എന്നുള്ള ഒരു ചോദ്യം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. നിലവിലുള്ള ഒരു പരീക്ഷാ ടൈം ടേബിൾ വെച്ച്, അതായത് RRB തന്നെ പുറത്തിറക്കിയിരിക്കുന്ന മറ്റു പല പരീക്ഷകളുടെയും ടെന്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം നോക്കുമ്പോൾ ഇതിന്റെ പരീക്ഷ എങ്ങനെ പോയാലും അടുത്ത വർഷത്തേക്ക് എത്താനാണ് സാധ്യത. അതായത് അടുത്ത വർഷം മാർച്ച് മെയ് മാസങ്ങളിൽ മാത്രം നമുക്ക് ഇതിന് പരീക്ഷ പ്രതീക്ഷിച്ചാൽ മതി. എന്തുകൊണ്ട് അത്രയും ഡിലേ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിനിടയ്ക്ക് നടക്കുന്ന മറ്റു പല പരീക്ഷകളാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതോട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഓൾറെഡി RRBയുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജ് വരുന്നതായിരിക്കും. അവിടെ RRB SSC RRB എന്ന് പറയുന്ന ടൈറ്റിലിന് കീഴിൽ RRB NTPC കോഴ്സ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ കോഴ്സ് ലഭ്യമാണ്. മാത്സിന്റെയും റീസണിന്റെയും GKയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള വിശദമായുള്ള സിലബസ്, ആ മുഴുവൻ സിലബസിലെയും വീഡിയോ ക്ലാസ്സുകൾ, നോട്ടുകൾ, കോംപ്രിഹെൻസീവ് നോട്ടുകൾ, പരിശീലിക്കാനുള്ള ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യ പേപ്പറുകൾ, അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും RRB NTPC എന്ന് പറയുന്ന ഈ കോഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ RRB പുറത്തിറക്കിയ ടെന്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം 2024 നവംബർ മാസം 25-ാം തീയതി തൊട്ട്, നവംബർ മാസം 25-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെ ALP എന്ന് പറയുന്ന ലോക്കോ പൈലറ്റിന്റെ അതിന്റെ പരീക്ഷ CBT എക്സാം സ്റ്റാർട്ട് ചെയ്യണം. CBT 1 എക്സാം സ്റ്റാർട്ട് ചെയ്യണം. 25, 26, 27, 28, 29 തീയതികളിലായിട്ടാണ് ഈ പരീക്ഷ നടക്കുന്നത്. അപ്പൊ നവംബർ മാസത്തിലുള്ള പരീക്ഷയുടെ ഷെഡ്യൂളാണ്. ഇനി നവംബർ കഴിഞ്ഞാൽ അടുത്തെന്ന് പറയുന്ന ഡിസംബർ ആണ്. ഡിസംബർ 2-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ RPF SIന്റെ പരീക്ഷ നടക്കാൻ പോകണം. 2-ാം തീയതി, 3-ാം തീയതി, 9-ാം തീയതി, 12-ാം തീയതി ഈ ഡേറ്റുകളാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഡിസംബർ 13-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ JEE ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ് JEEന്റെയും മറ്റു പല പരീക്ഷകളുടെയും പരീക്ഷയാണ് 13, 16, 17 തീയതികൾ നടക്കാൻ പോകുന്നത്. JEE എക്സാം 13, 16, 17 തീയതികളാണ്. തൊട്ടടുത്ത ദിവസം 18-ാം തീയതി തൊട്ട് 18 തൊട്ട് 29 ഡിസംബർ വരെ ടെക്നീഷ്യന്റെ പോസ്റ്റ്, ടെക്നീഷ്യന്റെ പരീക്ഷയും നടക്കാൻ പോകണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നവംബർ സെക്കൻഡ് വീക്ക് തൊട്ട് അങ്ങോട്ട് ഡിസംബർ അവസാനം വരെ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ഇതാണ് RRB നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ടെന്റേറ്റീവ് എക്സാം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിനുശേഷം ഇതിൽ തന്നെ RPFന്റെ SI ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. RPFന്റെ കോൺസ്റ്റബിളിന്റെ ഷെഡ്യൂൾ ഇതിൽ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെയാണെങ്കിൽ മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന പാരാമെഡിക്കൽ കോഴ്സ്, പാരാമെഡിക്കൽ പരീക്ഷകളുണ്ട്. ആ പാരാമെഡിക്കൽ തസ്തികളുടെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ RRB പാരാമെഡിക്കല്, RPF കോൺസ്റ്റബിള്, ഇതിന് രണ്ടിന്റെയും പരീക്ഷകൾ എങ്ങനെ പോയാലും പിന്നീട് 2025 ജാനുവരി മാസത്തിലായിരിക്കും ഉണ്ടാവുക. ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഉണ്ടാവുക. മാത്രമല്ല ഈ ജാനുവരി ഫെബ്രുവരി മാസത്തില് SSC GDയുടെ എക്സാം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. SSC GDയുടെ എക്സാം ശരിക്കും ഡിസംബർ മാസത്തിൽ നടക്കേണ്ടതായിരുന്നു. RRBയുടെ ഈ ഷെഡ്യൂൾ പ്രകാരമാണ് എന്ത് ചെയ്തത്, കാരണമാണ് അതിനെ ജാനുവരി ഫെബ്രുവരി മാസത്തിലോട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോ ഈ ഒരു നവംബർ തൊട്ട് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ വരെ RRBയുടെ പരീക്ഷകൾ കൊണ്ടും SSC എക്സാംസ് കൊണ്ടും ഫുള്ളി പാക്ഡ് ആയതുകൊണ്ട് അതിനുശേഷം മാത്രമാണ് ഈ RRB NTPC പരീക്ഷ പ്രതീക്ഷിക്കാവുന്നത്. ഇതിൽ തന്നെ RRBയിൽ തന്നെ പാരാമെഡിക്കലിന്റെയും കോൺസ്റ്റബിളിന്റെയും പരീക്ഷ ഇതിന് മുമ്പ് നടക്കേണ്ടതുണ്ട്. അതും എന്തെങ്കിലും ഒരു ഗ്യാപ്പ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ആ ഗ്യാപ്പിൽ ആദ്യം നടക്കാൻ പോകുന്ന പരീക്ഷ ഈ പാരാമെഡിക്കലിന്റെ അതുപോലെ തന്നെയാണെങ്കിൽ കോൺസ്റ്റബിളിന്റെ ആയിരിക്കും. അപ്പൊ എങ്ങനെ പോയാലും ഈ പറയുന്ന പോലെ ഫെബ്രുവരിക്ക് ശേഷം മാർച്ചിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും മിക്കവാറും RRB NTPC പരീക്ഷകൾ ഉണ്ടാവാനുള്ള സാധ്യത. അതിൽ മാർച്ചിൽ ആദ്യം അണ്ടർ ഗ്രാജുവേറ്റ് പിന്നീട് ഗ്രാജുവേറ്റ് ആ തരത്തിലുള്ള പരീക്ഷ ഉണ്ടാവാനാണ് സാധ്യത. ആദ്യം മാർച്ചിൽ ഗ്രാജുവേറ്റും പിന്നീട് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ വരാനാണ് സാധ്യതയുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർച്ച് മെയ് മാസത്തിലാണ് പരീക്ഷ നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് നിലവിലുള്ള ഒരു എക്സാമിന്റെ ഷെഡ്യൂളിൽ നിന്നും RRB തന്നെ പുറത്തിറക്കിയ ടെന്റേറ്റീവ് ഷെഡ്യൂളിൽ നിന്നും SSCയുടെ ഷെഡ്യൂളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിതിപ്പോ നവംബർ മാസമാണ്. നവംബർ മാസത്തിൽ നമുക്ക് ഇനി 10 ദിവസം മാത്രം കൂട്ടിയാൽ മതി. ഡിസംബർ മാസം എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 31 ദിവസം ബാക്കിയുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ജാനുവരി മാസത്തിലും 31 ഡേയ്സ് ഉണ്ട്. ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ 28 ഡേയ്സ് കൂട്ടിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത്രയും കൂടിയാൽ മതി. മാർച്ച് നമുക്ക് കൂട്ടണ്ട.
ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെയായാലും 90 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 100 ദിവസത്തിൽ കൂടുതൽ സമയം 100 ദിവസത്തോളം സമയം നമുക്ക് എങ്ങനെ പോയാലും പരീക്ഷിക്കണ്ടാവും. അപ്പൊ പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാലും ഒരു സെക്കൻഡ് വീക്കിലോട്ടൊക്കെ എത്താനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ എങ്ങനെയായാലും ഒരു 100 ഡേയ്സിന്റെ ഷെഡ്യൂൾ നമുക്ക് ഇനിയും പ്രിപ്പയർ ചെയ്ത് 100 ഡേയ്സ് ഒക്കെ ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കാനുള്ള സമയം ഇനിയും ധാരാളമുണ്ട്. അതായത് ഏറെക്കുറെ ഒരു 3-3.5 മാസത്തോളം സമയം ഇനിയും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. അത് മാർച്ച് തൊട്ട് മെയ് വരെയൊക്കെ ആണെങ്കിൽ എങ്ങനെയായാലും 4 മാസത്തിൽ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സമയത്തെ ഈ ഒരു സമയം കൊണ്ട് പഠിക്കാൻ അത്യാവശ്യം നല്ല കണ്ടന്റ് നമുക്കുണ്ട്. ഓക്കെ, വളരെ ആഴത്തിലുള്ള കണ്ടന്റ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ലെവലിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ PSC പഠിക്കുന്ന പോലെയൊന്നും RRB പരീക്ഷകൾക്ക് പഠിച്ചിട്ട് കാര്യമില്ല. അത് മാത്സ് ആയാലും റീസണിംഗ് ആയാലും GK ആയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എസ്പെഷ്യലി GK ഒക്കെ സ്പെസിഫൈ ചെയ്ത് ഒരു സ്പെസിഫിക് സിലബസ് വ്യക്തമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പല സ്ഥലത്തും ചോദ്യങ്ങൾ കയറി വരാറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പരന്ന വായന ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് GKയും ഒക്കെ മറ്റു ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. മാത്സും റീസണിങ്ങും നല്ല രീതിയിലുള്ള നല്ല സ്പീഡും കാര്യങ്ങളും അതുപോലെ തന്നെ അക്യൂറസി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് സ്കോർ ലഭിക്കുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 4 മാസം ഓക്കെ അല്ലെങ്കിൽ ഒരു 3 മാസം നിങ്ങൾ വളരെ പ്രോപ്പറായി എഫക്റ്റീവായി ദിവസവും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് CBT 1 ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചലഞ്ചർ ആപ്പിൽ നമ്മൾ ഓൾറെഡി ഇതിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും കോഴ്സ് ഉണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ആപ്പിന്റെ ഹോം പേജിൽ തന്നെ ഇതിന്റെ ഒരു കാർഡ് അവൈലബിൾ ആണ്. അത് പുറമെ ആപ്പിന്റെ കോഴ്സ് പേജിലൊക്കെ RRB NTPC എന്ന് പറയുന്ന ഗ്രാജുവേറ്റിന്റെയും അണ്ടർ ഗ്രാജുവേറ്റിന്റെയും കോഴ്സും അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അത് എടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. RRB NTPCയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒത്തിരി കണ്ടന്റുകൾ നമ്മൾ ഇനി വൈകാതെ തന്നെ വരും ദിവസങ്ങൾ യൂട്യൂബിൽ ചെയ്യുന്നതായിരിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലും പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിനനുസരിച്ച് തന്നെ കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു.